പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തലയിലൊക്കെ ഉണ്ടാകുന്ന താരനൊക്കെ ഒറ്റ ഒരു ദിവസം കൊണ്ട് തന്നെ മാറുന്നതിന് സഹായിക്കുന്ന നല്ലൊരു റെമഡിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ തന്നെ പരീക്ഷിച്ച് നോക്കി വിജയിച്ച ഒരു റെമഡിയാണ്. അടിപൊളി റിസൾട്ടുമാണ്. കാരണം ഒറ്റ ദിവസം മതി. നല്ല ഒരു ഇത്ര വലിയ താരനായാലും നല്ല രീതിയിൽ ഒരു കുറവ് വരുന്നതിന് ഒരു ദിവസം മതി എന്ന് കരുതി നമ്മൾ ഒരു ദിവസം തേച്ചതിന് ശേഷം പിന്നെ ഇനി തേക്കേണ്ട എന്നല്ല പറയുന്നത്. നമ്മൾ കുറേ പ്രാവശ്യം ഇത് തേച്ചെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം നിശേഷമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇത് നിശേഷമായിട്ട് നമ്മുടെ തലയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവമേ മാറിപ്പോകണം, താരൻ എന്ന് പറയുന്ന സംഭവമേ മാറിപ്പോകണം, പിന്നെ ഇനി വരാതിരിക്കുകയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം നിരന്തരം തേച്ചെങ്കിലേ പറ്റൂ. കുറേ പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഒരു മാസമെങ്കിലും നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ഇത് നമുക്ക് തേക്കാവുന്നതാണ്. തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നിന്ന് വിശേഷമായിട്ട് ഇത് മാറുന്നതിനും അതുപോലെ തന്നെ ഇത് മുടി വളരുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും. കാരണം താരനൊക്കെ തലമുടിയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾക്ക് മുടിയെല്ലാം നല്ല രീതിയിൽ കൊഴിഞ്ഞു പോകുന്നതിനും മുടി വളർച്ചയൊക്കെ മന്ദഗതിയിലാവുന്നതിനും ഒക്കെ കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി വളരുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള പല ഇൻഗ്രീഡിയൻസും മുടി വളരുന്നതിന് വളരെയധികം സഹായമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇതിൽ എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൊച്ചുള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം അതിൻ്റെ നീരാണ് നമുക്ക് എടുക്കേണ്ടത്. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. അരച്ചതിൻ്റെ നീരെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഈ ചെറിയ ഉള്ളിയെല്ലാം ഇതുപോലെ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ നീര് നമുക്ക് ഇതിലേക്ക് ഒരു തുണി വെച്ച് അരിച്ചെടുക്കാവുന്നതാണ്. ഒരു തുണി ഇട്ട് കൊടുത്തു അതിലേക്ക് നമുക്ക് അരച്ച കൊച്ചുള്ളിയെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കുന്നതിനേക്കായി നല്ലതാണ് ഇതുപോലെ തുണിയിലൊക്കെ അരിച്ചെടുക്കുന്നത്. കാരണം തുണിയിൽ അരിച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയൊന്നും വീഴത്തില്ല. അരിപ്പിലായി കഴിഞ്ഞാൽ ഒരിച്ചിരിയൊക്കെ തരി എന്തായാലും നമുക്ക് വീഴും. അതുകൊണ്ട് തന്നെ നമുക്ക് തുണിയിലങ്ങ് അരിച്ചെടുക്കാം. ഇപ്പോൾ കൊച്ചുള്ളിയുടെ നീരെല്ലാം ഞാൻ ഇതുപോലെ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ളത്, ഞാനിപ്പോൾ അതിലേക്ക് 1 സ്പൂണിന് വേണ്ടി അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ച ജെല്ലാണ്. അപ്പോൾ 1-1.5 സ്പൂണിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ്. ഏകദേശം 1/2 സ്പൂണിന് വേണ്ടിയിട്ട് ഗ്ലിസറിനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. കാരണം തേച്ച് നോക്കിയ റിസൾട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണിത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നതെന്നും എത്ര സമയം നമുക്ക് വെച്ചിരിക്കണമെന്നും ഒക്കെ ഉള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മളിതെല്ലാം ഇതുപോലെ തയ്യാറാക്കി ഇതേപോലെ കണ്ടിട്ടില്ലേ, ഇതേപോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ ഇരിക്കണം. അങ്ങനെയാണ് നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് തലയിൽ തേക്കുന്നത്. നമ്മൾ ഏത് ഓയിലാണോ തലയിൽ തേക്കുന്നത് ആ ഓയിൽ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒരു 2-3 തുള്ളിക്ക് വേണ്ടിയിട്ട് ചേർത്താൽ മതി. അതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. മിക്സാക്കിയതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ തലയിൽ ഇപ്പോൾ താരനൊന്നുമില്ല. പണ്ട് താരനുണ്ടായിരുന്നു, ഇപ്പോൾ താരനൊന്നുമില്ല. നമ്മൾ ഓരോ റെമഡിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ ഒട്ടും തന്നെ താരനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാൽ കൂടി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ കാട്ടിത്തരാം. ഇതേപോലെ മുടിയെല്ലാം നമ്മൾ കോതി ഒട്ടും ചെടയൊന്നും ഇല്ലാതെ ഇരിക്കണം, കെട്ടൊന്നും ഇല്ലാത്ത രീതിയിലിരിക്കണം.
അതിനുശേഷം നമുക്ക് കുറച്ച് ഇതുപോലെ എടുത്ത് കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ, അതായത് ഇതേപോലെ ഓരോ വകുപ്പെടുത്തതിന് ശേഷവും ഇതേപോലെ വിരലുകൊണ്ട് നമുക്കിതുപോലെ ഒന്ന് തൊട്ടെടുക്കാം. തൊട്ടെടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ തലയിൽ എല്ലാ വശത്തും നമുക്ക് എവിടെയൊക്കെ താരന് തോനെയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് അധികം തേച്ച് കൊടുക്കണം. അധികം തേച്ച് കൊടുത്തിട്ട് ഇത് നമ്മുടെ കൈയുടെ നഖം കൊണ്ടല്ല, കൈയുടെ ഈ ഭാഗം കൊണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഈ ഭാഗമേ ഉപയോഗിക്കാവൂ, നഖം ഉപയോഗിക്കരുത്. ഈ ഭാഗം കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയതിനു ശേഷം താരനൊക്കെ ശേഷം മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 20-25 മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തലയൊക്കെ നനയ്ക്കാവൂ. അപ്പം വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്, നല്ല റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള നല്ലൊരു പാക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.